റെയിൽവേ അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച RCF കപൂർത്തല NFR റെയിൽവേ എന്നീ രണ്ട് അപ്ഡേറ്റിൻ്റെയും ഷോർട്സ് നമ്മൾ ഇതിനകം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ ഫുൾ വീഡിയോയിൽ ഈ രണ്ട് റിക്രൂട്ട്മെന്റുകളുടെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായി നോക്കാം. ആദ്യം RCF കപൂർത്തല റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. റെയിൽ കോച്ച് ഫാക്ടറി ആക്ട് അപ്രന്റീസ് തസ്തികയിലേക്ക് ആകെ 734 വേക്കൻസീസ് ആണുള്ളത്. റിക്രൂട്ട്മെന്റ് നടത്തുന്നത് റെയിൽ കോച്ച് ഫാക്ടറിയാണ്. ആപ്ലിക്കേഷൻ ആരംഭിച്ചത് ഓഗസ്റ്റ് 7, 2026 മുതലാണ്. അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് സെപ്റ്റംബർ 5 രാത്രി 12 മണി വരെയാണ്. അതുകൊണ്ട് എലിജിബിൾ ആയിട്ടുള്ളവർ അവസാന ദിവസത്തേക്ക് കാത്തിരിക്കാതെ നേരത്തെ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. RCF അപ്രന്റീസ് റിക്രൂട്ട്മെന്റിലേക്ക് പ്രധാനമായും 10th പാസ് പ്ലസ് ITI NTC ക്വാളിഫിക്കേഷൻ ആണ് ആവശ്യമായത്. കാൻഡിഡേറ്റ് 10th മാട്രിക്കുലേഷനിൽ മിനിമം 50% മാർക്ക് നേടിയിരിക്കണം. കൂടാതെ ബന്ധപ്പെട്ട ട്രേഡിൽ NCVT ഇഷ്യൂഡ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അതായത് NTC ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ITI ട്രേഡ് നോട്ടിഫിക്കേഷനിൽ നൽകിയിരിക്കുന്ന ട്രേഡുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കുക. ഇനി ട്രേഡ് ഡീറ്റെയിൽസ് നോക്കാം. ഈ റിക്രൂട്ട്മെന്റിൽ വിവിധ ITI ട്രേഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെൽഡർ, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, മെക്കാനിക്, AC ആൻഡ് റെഫ്രിജറേറ്റർ മെക്കാനിക്, പെയിന്റർ, കാർപ്പൻ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ഇലക്ട്രോണിക് മെക്കാനിക് തുടങ്ങിയവ. ട്രേഡ് വൈസ് വേക്കൻസീസ് വ്യത്യാസപ്പെടുന്നതിനാൽ നിങ്ങളുടെ ട്രേഡ് അനുസരിച്ചുള്ള വേക്കൻസി നോട്ടിഫിക്കേഷനിൽ പരിശോധിക്കുക. ഏജ് ലിമിറ്റ് നോക്കുമ്പോൾ കാൻഡിഡേറ്റിൻ്റെ പ്രായം 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെ ആയിരിക്കണം. ഏജ് കണക്കാക്കുന്നത് സെപ്റ്റംബർ 5, 2026 അടിസ്ഥാനമാക്കിയാണ്. എലിജിബിൾ റിസർവ്ഡ് കാറ്റഗറി കാൻഡിഡേറ്റിന് ഗവൺമെൻറ് റൂൾസ് പ്രകാരം അപ്ലിക്കബിൾ ഏജ് റിലാക്സേഷൻ ലഭിക്കും. ജനറൽ OBC കാൻഡിഡേറ്റിന് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC ST PWBD വുമൺ കാൻഡിഡേറ്റിന് അപ്ലിക്കബിൾ റൂൾസ് പ്രകാരം ഫീസ് എക്സ്പാൻഷൻ ലഭിക്കും. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒഫീഷ്യൽ പോർട്ടൽ കാണിക്കുന്ന ഫീസ് ഡീറ്റെയിൽസ് കൂടി വെരിഫൈ ചെയ്യുക. ഇനി NFR ഡീറ്റെയിൽസ് നോക്കാം. NFR ഇന്ത്യൻ റെയിൽവേസിന്റെ ഒരു റെയിൽവേ സോണാണ്. NFRന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആക്ട് അപ്രന്റീസ് നോട്ടിഫിക്കേഷൻ സെക്ഷൻ നിലവിലുണ്ട്. കൂടാതെ മുൻ വർഷങ്ങളിലെ ആക്ട് അപ്രന്റീസ് എൻഗേജ്മെന്റ് നോട്ടിഫിക്കേഷൻസ് അവിടെ ലഭ്യമാണ്. NFR അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് സാധാരണയായി വിവിധ ഡിവിഷൻസ് വർക്ക്ഷോപ്പിലായി ട്രേഡ്സ് അനുസരിച്ച് പ്രഖ്യാപിക്കാറുണ്ട്. അതിനാൽ NFR റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലോ അൺഒഫീഷ്യൽ വെബ്സൈറ്റിലോ വരുന്ന വേക്കൻസി നമ്പർ, ലാസ്റ്റ് ഡേറ്റ് തുടങ്ങിയ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പരിശോധിക്കാതെ കൺഫേംഡായി വിശ്വസിക്കരുത്. NFRന്റെ പുതിയ 2026 നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി റിലീസ് ചെയ്താൽ അതിലെ എക്സാക്ട് വേക്കൻസി, ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, ആപ്ലിക്കേഷൻ ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ് എന്നിവ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസ് അനുസരിച്ച് മാത്രം ഫോളോ ചെയ്യുക. സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് ആയതിനാൽ റിട്ടൺ എക്സാമിനേഷൻ ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 10th ITI മാർക്ക് അടിസ്ഥാനമാക്കി മെറിറ്റ് തയ്യാറാക്കുന്നതാണ് പ്രധാന സെലക്ഷൻ പ്രോസസ്സ്. മെറിറ്റ് ലിസ്റ്റിൽ വരുന്ന കാൻഡിഡേറ്റിനെ തുടർന്ന് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും വിധേയരാക്കും. അതുകൊണ്ട് എക്സാം പ്രിപ്പറേഷൻ വേണ്ടാത്ത അപ്രന്റീസ്ഷിപ്പ് ഓപ്പർച്യൂണിറ്റി അന്വേഷിക്കുന്ന ITI കാൻഡിഡേറ്റ്സിന് ഇത് ശ്രദ്ധിക്കാവുന്ന റിക്രൂട്ട്മെന്റ് ആണ്. RCF ആക്ട് അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് ഒരു പെർമനന്റ് റെയിൽവേ ജോബ് അല്ല. ഇത് ആക്ട് അപ്രന്റീസ് ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റി ആണ്. അതുകൊണ്ട് വീഡിയോ കാണുന്നവർ അപ്രന്റീസ്ഷിപ്പിനെ റെഗുലർ റെയിൽവേ എംപ്ലോയ്മെന്റ് ആയി തെറ്റിദ്ധരിക്കരുത്. ആപ്ലിക്കേഷൻ സമയത്ത് ആവശ്യമായി വരാവുന്ന പ്രധാന ഡോക്യുമെന്റ്സ് നോക്കാം. 10th മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, ITI NTC സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ്, ആധാർ അല്ലെങ്കിൽ വാലിഡ് ID പ്രൂഫ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലിക്കബിൾ ആണെങ്കിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ തുടങ്ങിയവയാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡിജിനെസ്റ്റ് ഓൺലൈൻ സർവീസ് വഴി ആപ്ലിക്കേഷൻ അസിസ്റ്റൻസ് ലഭ്യമാണ്. RCF അപ്രന്റീസ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ഗവൺമെൻറ് ജോബ്, റെയിൽവേ ജോബ്, അപ്രന്റീസ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ഡിജിനെസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.